ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബസ്സിൻ്റെ ട്രെയിൻ ചെയ്യുന്നൊരു പാർട്ടാണ്. ഗൈസ് ബോഡി സ്ട്രക്ചർ കാര്യങ്ങൾ എല്ലാം സെറ്റപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം ബോഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ക്യാബിൻ സെപ്പറേഷൻ പോർഷനും അതേപോലെ ബാക്കിലത്തെ ഒരു ബോഡിയുടെ ഷേപ്പ് കൃത്യമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ടോപ്പ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിട്ട് ഞാനത് പറയുന്നുണ്ട്, ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കർവ് ചെയ്യുന്നുള്ളതെല്ലാം മനസ്സിലാവും ഗൈസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വിൻഡോ കാര്യങ്ങൾ ഡോർ പ്ലേ കട്ട് ചെയ്തില്ല ഗൈസ്. നമ്മൾ മസാല കട്ട് ചെയ്തിട്ടുണ്ട്. വിൻഡോ സൈഡ് നമ്മളുണ്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. വീട്ടിൽ കാണിക്കാം. നമ്മുടെ ഗൈസ് ജസ്റ്റ് തട്ട് പോലെ ഇവിടെ ഗ്ലാസ് ഇറക്കി വെക്കുന്നത്. വിൻഡോ ഗ്ലാസ് ഇവിടെ കോട്ട ഗ്ലാസ് ഇതിൻ്റെ പുറത്ത് ഗ്ലാസ് ഒരു കവറിങ് കൂടെ വരും. ഒരു എന്താ പറയുക, ഒരു ചാനൽ പോലെ. പിന്നെ ഇപ്പുറത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിനാണ്. ഇവിടെ നമ്മളിനി ഒരു ഫിൽറ്ററും കൂടി ഇങ്ങനെ വരും. ഇവിടെ സ്ട്രോങ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളഞ്ഞു കഴിഞ്ഞ ദിവസം എംബോണ്ട് വളഞ്ഞിട്ട് ഷേപ്പ് ആകാൻ. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യണം. പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് ഞാൻ കാണിക്കാം. പ്ലാറ്റ്ഫോം കുറച്ച് നമ്മൾ ആ ഒരു ക്രോസ് ഡിസൈൻ കുറച്ച് വരഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ സെറ്റ് ചെയ്യാൻ കാണിക്കാം. പ്ലാറ്റ്ഫോം നമ്മൾ ഇവിടെ നമ്മൾ ക്രോസ് ഡിസൈൻ അടിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം നമ്മൾ എടുക്കുന്നതാണ്. ക്രോസ് ഇട്ട് ഡിസൈൻ ആക്കി എടുക്കുന്നതാണ്. പിന്നെ ഷീഡ് വരെ. പിന്നെ ഇവിടെ വരുന്ന ഡോറാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ക്യാബിന് പാസഞ്ചർ സൈഡ് ഡിവൈഡ് ചെയ്യുന്ന ഒരു പോർഷൻ കൂടെ ഡോർ വരും. ഇവിടെ ഇങ്ങോട്ട് ക്ലോസായിട്ട് പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കട്ടി കൂടെ ചെയ്യും. ഗൈസ് അപ്പോൾ നമ്മൾ അതിൻ്റെ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. സിൽവർ കളർ പെയിൻ്റ് അടിക്കണം. നമ്മൾ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത് ഗൈസ്. അപ്പം എല്ലാത്തിനും നമ്മൾ ക്രോസൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഓക്കെയാണ്. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിൻ ഡിവൈഡ് ചെയ്യുന്ന പോർഷനാണ്. അടുത്തായിട്ട് ഗൈസ് നമുക്കത് ഉണ്ടാക്കാം. ഗ്ലേസി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രെയിമാണ്. ഇതിൽ നമ്മൾ ഗ്ലാസ് ഇറക്കി വെക്കുന്നത് എന്തെങ്കിലും ഒരു പീസ് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇത്ര കിട്ടില്ല. ഇപ്പം ഗ്ലേസ് അടിച്ചിട്ട് സിൽവർ സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പം നമ്മൾ സ്റ്റിക്കർ എടുക്കുന്നുണ്ട്.
സെറ്റ് 22. ചെറിയ അടി എടുത്താൽ സെറ്റാണ് ഇട്ടിട്ട് ക്യാരി നമ്മുടെ ബാക്കിൽ പോകുന്നതാണ്, അതുകൊണ്ട് സീനില്ല. ഇതാണ് ഫ്രണ്ട് കമ്പനിക്കുന്നത്, ഇതാണ് ബാക്ക്. ഏകദേശം കൊണ്ട് കൃത്യമായി വന്നിട്ട് ജസ്റ്റ് എന്നിട്ട് ഏറ്റവും ടോപ്പിട്ട് ചേർണ്ടല്ലോ ആ ലെയർ കർവ് ചെയ്തിട്ട് അടിയിലുള്ള ലെയറിൻ്റെ ആ ഒരു ലെവലിലെത്തിക്കണം. അത് ഈ സൈഡിലോട്ട് വരുമ്പോഴാണ് അങ്ങനെ, ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വേറെ രീതിയിലാണ് വരുന്നത്. സൈഡ് ബോഡിയും കൂടെ നേരെ എത്തുക.
നമ്മൾ കറക്റ്റ് ഒരു ജോയിൻ പോർഷൻ ഒക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു അതൊക്കെ കണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതിലിങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റ് ഇങ്ങോട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന പോലെ നമ്മൾ ഒരിക്കലും ഒരു നേരെ പാർട്ടിട്ട് വന്നിരുന്നു. അപ്പോൾ അത് നമ്മൾ പൊട്ടിയിടുന്ന സമയത്ത് അത് പക്കയായിരിക്കും. ഇതേപോലെ ഈ സൈഡും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ചെയ്തെടുക്കണം. പിന്നെ അവസാനം അത് പക്കയായിട്ട് നമുക്ക് കിട്ടും. ഇത് ചെറിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഈ ഒരു കർവുണ്ട്. ഈ ഒരു കർവ് കുറച്ച് കൂടുതലായി പോയി. അപ്പോൾ ഒരു വേറൊരു ഷേപ്പൊക്കെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. ബോഡിഫിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ബോഡിഫിൽ മിക്സ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാമെന്നൊക്കെ തോന്നുന്നു. അത്ര അടി സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുറച്ചെടുക്കുക, അതുപോലെ കുറച്ച് ക്രീം എടുത്ത് മിക്സ് ചെയ്താൽ മതി. സിമ്പിൾ കാര്യമാണ്. Yes. Kami silakan saja guys. Video shape mana? Tim bakal dengan kotor. അപ്പോൾ അതെല്ലാം വന്നിട്ടുണ്ട്. നല്ല കഴുകി എല്ലാം ഉണക്കി നമുക്കിനി ഒരു ഫോട്ടോ ഗ്ലാസ് ആ ഒരു ഗ്ലാസ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇതുകൊണ്ട് അതിനെ കട്ട് ചെയ്തത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സാൻഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് തട്ടിമുട്ടിയൊക്കെ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ കട്ട് ചെയ്യുക. ഇത് കളഞ്ഞിട്ട്
കാണിക്കാൻ പറ്റില്ല ഇവിടെ കാണിക്കുന്നത്. ഇതിലാണ് നമ്മൾ ഗ്ലാസ് ഇറക്കി വെക്കുന്നത്. ഏകദേശം നല്ല ഷേപ്പൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മണി ഇവിടെ കുറച്ച് മണിയുണ്ട്. ഇതിൽ കുറച്ച് താഴോട്ട് ഇനി കുറച്ച് കറുവുകളും കാര്യങ്ങളൊക്കെ നടന്ന് സെറ്റപ്പ് ചെയ്യേണ്ട പൊട്ടിട്ട് ലെവലാക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയും വെച്ച് സെറ്റ് ചെയ്യാം. നാളെ ഇതിൻ്റെ ബാക്കി പാർട്ടായിരിക്കും ചെയ്യുന്നത്. ബാക്കി ഇനി ഇവിടെ വരുന്ന ഒരു കട്ടിങ്, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ സിസ്റ്റം, പിന്നെ ഇവിടുത്തെ സ്റ്റെപ്പ് പണിയുന്നത്, പിന്നെ ഇവിടെയുള്ള ക്യാബിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഡീറ്റെയിൽസ്. ബാക്കി സെൻഡ് ചെയ്തത് ഞാൻ കാണിച്ചില്ലല്ലോ ഗൈസ്, ഇത് ബാക്കി സെൻഡ് ചെയ്തത്. ഓക്കെ, പിന്നെ നമുക്കിനി സൈഡിൽ ഇവിടെ ബീഡിങ് ഒട്ടിക്കാനുണ്ട്, വീലാർച്ച്, അതെല്ലാം ചെയ്യുന്ന വീഡിയോ നമ്മൾ അടുത്ത പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം വീഡിയോ ഇറങ്ങുന്നത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അതേപോലെയുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ചെയ്യുന്ന സ്ട്രക്ചർ ആയാലും എന്തായാലും നമുക്ക് മനസ്സിലാവും. പിന്നെ ഗൈസ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സെറ്റ് ചെയ്യാം. ഇതിനും കൂടെ എനിക്ക് പറ്റില്ല ഗൈസ്, പറ്റുന്നില്ല. ഇന്നിപ്പോൾ സമയം 8:30 ഇനിയിപ്പോൾ 9:00 പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 9:00 അപ്ലോഡ് ആയാൽ മതി ഗൈസ്. അപ്പോൾ ബാക്കിയെല്ലാം ബാക്കിയായിട്ട് നീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ സ്ട്രക്ചറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ആ ഒരു ഷേപ്പും ഫ്രണ്ടിലത്തെ ക്യാബിൻ സെപ്പറേഷൻ ചെയ്യുന്ന ഷേപ്പുമാണ് മെയിൻ. അത് രണ്ടും ഓക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടികൾ പക്ക ഷേപ്പായിരിക്കും.